ഭ ഭ ഭ ഭയം ഭക്തി ബഹുമാനം. ഈ സിനിമയുടെ ടാഗ്ലൈനാണ് നോ ലോജിക് ഓൺലി ബാഡ്നസ്. ഈ ഒരു സിനിമയുടെ ടീം നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്, മുൻകൂട്ടി പറയാൻ വെച്ചത്, കഥയില്ല, കഥ നോക്കി പോകരുത്, ലോജിക്ക് നോക്കി പോകരുത്, ഓൺലി ഫോർ മാഡ്നസ്. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ ഈ സിനിമ കാണാൻ കയറുക എന്നാണ്. നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, നിങ്ങൾ കുറെ കാലമായി ഒരു മലയാള സിനിമ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്തൊന്ന് ഓളത്തിരുന്ന് കണ്ടിട്ടുന്ന് അതേ മൈൻഡ് തന്നെ പോയി കാണുക. ചുമ്മാ പോയി സെലിബ്രേറ്റ് ചെയ്യുക ഒരു പടം, ഒന്ന് എൻജോയ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ പോയി കണ്ടു. എനിക്കൊരു ഒരു കിഡിലോസ്കി ഫൺ കമേഴ്ഷ്യൽ എന്റർടൈനർ വൈബാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തന്നത്. അഴിഞ്ഞാട്ടം എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് വലിയ സുഖം ഉണ്ടായില്ല, പക്ഷെ അതിന്റെ സീക്വൻസുകൾ കൊള്ളാം. മോഹൻലാലും ദിലീപും ഫുൾ ഓണായിരുന്നു. പക്ഷെ ആ ഒരു സിനിമയുടെ ആ ഒരു പാട്ടിന്റെ പേരിൽ അഴിഞ്ഞാട്ടം, അതാണ് ഈ സിനിമ. ഈ ഒരു സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം. എല്ലാരും അഴിഞ്ഞാടി. ഇതിൽ ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് വരുന്നു പോകുന്നു, അഴിഞ്ഞാടി പോകുന്നു. അതായിരുന്നു ഈ സിനിമയിൽ മൊത്തം. ഇതിനകത്ത് സീനുകളെല്ലാം അങ്ങനെയായിരുന്നു. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. വിനീതിന്റെയും ധ്യാന്റെയും കീടിലൻ, നമുക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കണക്ട് ആവുന്ന കുറെ കീടിലൻ കോംബോ സീക്വൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ തൂക്കി എന്ന് തന്നെ പറയാം. അതേപോലെ സാൻഡി മാസ്റ്റർ, ബാലു വർഗീസ്. ബാലു വർഗീസും അത്യാവശ്യം നല്ല ഇമ്പാക്ട് കൊണ്ടുവന്നുണ്ട്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീൻസ് ഉണ്ട്. ബൈജു, അശോകൻ, ദേവൻ, സലികുമാർ, റിയാസ് ഖാൻ, ഷമീർ ഖാൻ, ഫഹീം സഫർ. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് വീണ്ടും പറയാണ്, എല്ലാവർക്കും അവരവരുടേതായ ഇമ്പോർട്ടന്റ് റോളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേക രീതിയിലൊരു എനർജി വൈബ് ഉണ്ട്. ആ അതേ എനർജി, അതേ പവർഫുൾ, അതേ വൈബിലാണ് ഇതിന് ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് പെർഫോം ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും എൻജോയ് ചെയ്യണ പോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും പേഴ്സണലി നമുക്കത് ഫീൽ ചെയ്യും. എത്ര കാലായി ഒരു മലയാള സിനിമ, പണ്ടത്തെ സിനിമകൾ നമ്മളിപ്പോ റീ റിലീസ് ചെയ്ത് പോയി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്തിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സിനിമകൾ നമ്മൾ കുറെ കാലമായി ഒന്ന് തിയേറ്ററിൽ എല്ലാവരോടും പോയി അടിച്ച് പൊളിച്ച് തകർത്ത് കണ്ടിട്ട്. അതേപോലത്തെ ഒരു വൈബാണ് എനിക്ക് പേഴ്സണലി സിനിമ തന്നത്. എല്ലാവരും എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ റെട്രോ സോങ്സും എവർഗ്രീൻ പാട്ടൊക്കെ മിക്സ് ചെയ്ത് കുറെ കിടിലൻ സീനുകളുണ്ട്.